നമസ്കാരം, തിരുവനന്തപുരം ന്യൂസിലേക്ക് സ്വാഗതം. 36 മണിക്കൂറിന് ശേഷമാണ് താനൂരിൽ നിന്ന് കാണാതായ +2 വിദ്യാർത്ഥികളെ പോലീസ് മഹാരാഷ്ട്രയിൽ നിന്നും കണ്ടെത്തുന്നത്. ഇവരെ കാത്ത് ഉറക്കമൊഴിഞ്ഞ് വെളുക്കുവോളമാണ് ഇവരുടെ രക്ഷിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നത്. കുട്ടികളെ കണ്ടെത്തിയെന്ന് വിവരം പറഞ്ഞപ്പോൾ ഇവർക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. പോലീസ് രക്ഷിതാക്കളെ കുട്ടികളെ കണ്ടെത്തിയെന്ന് പറഞ്ഞ് വീഡിയോ കോൾ വിളിച്ചിരുന്നു. ആ സമയവും അവർ കുഞ്ഞുങ്ങളോട് കയർത്തില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ വീട്ടിൽ തിരിച്ചു വരൂ, ഒരു സാരവുമില്ല എന്നാണ് അവർ കണ്ണീരോടെ മക്കളോട് പറഞ്ഞത്. ഇത് കേട്ടൊരു വിദ്യാർത്ഥിനി സങ്കടം സഹിക്കാനാവാതെ കരയുകയും ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ ഇവരിത് മനഃപൂർവ്വം ചെയ്തതാണോ അതോ ഇവരെ കൊണ്ട് ആരെങ്കിലും ചെയ്യിപ്പിച്ചതോ? അതോ ഇവർ പരിചയപ്പെട്ട ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട വ്യക്തി ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതോ? കൂടുതൽ വിവരങ്ങൾ ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്നാൽ വീട്ടുകാർ പറയുന്നതനുസരിച്ച് ഇവർക്ക് മോഡേണായി നടക്കാൻ വളരെ ഇഷ്ടമായിരുന്നു എന്നാണ്. പല പ്രാവശ്യം തങ്ങൾക്ക് മുടി സ്ട്രെയിറ്റ് ചെയ്യണമെന്നും ത്രെഡ് ചെയ്യണമെന്നും പാൻസും ഷർട്ടും ധരിക്കണമെന്നും ഇവർ പറഞ്ഞിരുന്നു. പക്ഷേ രക്ഷിതാക്കൾ അതിന് സമ്മതം നൽകിയിരുന്നില്ല. അവർക്ക് ഇതൊന്നും ഇഷ്ടമല്ല എന്നാണ് ഇവർ മക്കളോട് പറഞ്ഞത്. അപ്പോൾ ഇതിനു വേണ്ടി ആയിരിക്കുമോ ഈ കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്നിറങ്ങിയത്? വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് 5 രൂപ മാത്രമായിരുന്നു, മറ്റു കുട്ടിയുടെ കയ്യിൽ 200 രൂപയും. പക്ഷെ ഇവർ രണ്ടുപേരും കൂടി ബ്യൂട്ടി പാർലറിൽ നൽകിയത് 10,000-ലധികം രൂപയാണ്. തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം പണയം വെച്ചാണ് ഇവരിത് ചെയ്തതെന്നാണ് കരുതുന്നത്. കുട്ടികളുടെ കയ്യിൽ 500 രൂപയുടെ കുറെ നോട്ടുകൾ ഉണ്ടായിരുന്നതായും സലൂണിൽ ജോലി ചെയ്യുന്നവർ പറഞ്ഞിരുന്നു. ഇന്ന് പുലർച്ചെയാണ് പെൺകുട്ടികളെ കണ്ടെത്തുന്നത്. മഹാരാഷ്ട്രയിലെ ലോണാവാല സ്റ്റേഷനിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തുന്നത്. ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന പെൺകുട്ടികളെ റെയിൽവേ പോലീസാണ് തിരിച്ചറിയുന്നത്. കേരള പോലീസിന് ഉടൻ തന്നെ കുട്ടികളെ കൈമാറുമെന്നും അറിയിച്ചിട്ടുണ്ട്. വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെന്ന് കുട്ടികൾ പറഞ്ഞെങ്കിലും അത് നിരസിക്കുകയായിരുന്നു രക്ഷിതാക്കൾ. കുട്ടികളെ കാണാതായത് മുതൽ താനൂർ പോലീസ് നടത്തിയ ആത്മാർത്ഥമായ ഇടപെടലിനെയും രക്ഷിതാക്കൾ അഭിനന്ദിച്ചിരുന്നു. മുംബൈയിലെ മലയാളികൾ കുട്ടികൾക്ക് നൽകിയ സുരക്ഷയെക്കുറിച്ചും ഇവർ പറയുകയുണ്ടായി. എല്ലാവരോടും അവർ നന്ദി പറഞ്ഞു. ഈ സംഭവത്തിന്റെ പേരിൽ കുട്ടികൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് അസ്വസ്ഥതകൾ ഉണ്ടാകരുതെന്നും ഇവർ പറയുകയുണ്ടായി. ഞങ്ങൾക്ക് കുട്ടികളോട് ഒരു പരിഭവമില്ല, അവർ ടൂറ് പോയി വന്നതാണെന്ന് കരുതിക്കോളാം എന്നാണ് അവസാനമായി രക്ഷിതാക്കൾ പോലീസിനെ അറിയിച്ചത്.